يحسب صب أن الحب منكتم ما بين منسجمهم منه ومضطرم. ഇമാം ബുസൂരി തങ്ങൾ ആത്മാവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കരയുന്നത്? പല കാര്യങ്ങളും ചോദിച്ചു, അതിനു വേണ്ടിയൊക്കെയാണോ കരയുന്നത്? പക്ഷെ ആത്മാവ് ഒരിക്കലും പ്രണയം സമ്മതിക്കുന്നില്ല. ആ സമയത്ത് ഇമാം ബുസൂരി തങ്ങൾ ചോദിക്കുകയാണ്, അയഹ്സബു സ്വബ്ബു അന്നൽ ഹുബ്ബ മുൻകതിമു, നിന്റെ പ്രണയത്തെ നിനക്ക് മറച്ചു പിടിക്കാൻ കഴിയും, ആരും അറിയാതെ ഉള്ളിൽ സൂക്ഷിക്കാൻ കഴിയും എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? മാ ബൈന മുൻസജിമിൻ മിൻഹു വമുദ്തരിമി, നിന്റെ ഈ തപിക്കുന്ന ഹൃദയത്തിന്റെയും അതുപോലെ തന്നെ വാർന്നൊഴുകുന്ന കണ്ണീരിന്റെയും ഇടയിൽ നിന്റെ പ്രണയത്തെ സൂക്ഷിച്ചു വെക്കാൻ, ആരും കാണാതെ ഒളിപ്പിച്ചു വെക്കാൻ നിനക്ക് കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കണ്ട. കാരണം നിന്നിൽ പ്രകടമാകുന്ന ഈ തെളിവുകളൊക്കെ ആളുകളോട് വിളിച്ചു പറയുന്നുണ്ട്, നീ ഏതോ ഒരു പ്രണയത്തിൽ വീണുപോയിട്ടുണ്ട് എന്ന്. അപ്പൊ തുടക്കത്തിലെ വരികളിലൊക്കെ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ദൂസലമിലെ അയൽവാസികളെ ഓർത്തത് കൊണ്ടാണോ? അതല്ലെങ്കിൽ കാദിമയിലെ കാറ്റടിച്ചു വീശിയത് കൊണ്ടാണോ? ഇളമിൽ നിന്നുള്ള മിന്നൽ പിണർപ്പ് കണ്ടതുകൊണ്ടാണോ നീ കരയുന്നത്? അപ്പോഴൊന്നും ആത്മാവ് ആ പ്രണയം സമ്മതിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോ ഇമാം ബുസൂരി തങ്ങൾ വീണ്ടും ആത്മാവിനെ ചോദ്യം ചെയ്യാണ്. അതുപോലെ തന്നെ ആത്മാവിനോട് ഒരു കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, നിന്റെ പ്രണയം നിനക്കൊരിക്കലും മറച്ചു വെക്കാൻ കഴിയൂല. ആ നിലക്ക് കാണുന്ന കാണികൾക്ക് അത് പ്രകടമാണ്. അഥവാ പ്രണയത്തിൽ വീണുപോയ മനുഷ്യൻ, എന്റെ പ്രണയം ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, അത് ഞാൻ മാത്രം ആസ്വദിച്ചാൽ മതി, അതിൽ മറ്റൊരാളും കടന്നു വരരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രണയം മറച്ചു വെക്കുന്നത് പോലെ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ആത്മാവ് പ്രണയം സമ്മതിക്കാതിരിക്കുകയാണ്.